ഗ്രാമീണ ജനതയിൽ വായനശീലം വളർത്താനായി വൈരങ്കോട് നവജീവൻ വിദ്യാദീപം ഗ്രാമീണ ഗ്രന്ഥാലയം വിപുലമായ പുസ്തക ശേഖരണത്തിന് ഒരുങ്ങുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ പുസ്തകങ്ങൾ കൈമാറി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ പുസ്തകങ്ങൾ സമ്മാനിച്ച് പുസ്തക ശേഖരണോദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ വായന അന്യം നിന്ന് പോവുകയാണ്. പുതിയ തലമുറയ്ക്ക് വായന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതുപോലെയുള്ള വായനശാലകൾ തുടങ്ങുന്നതോടുകൂടി കുഞ്ഞുമക്കളിൽ വരെ വായനയുടെ പ്രാധാന്യം വർദ്ധിക്കും. ഏതായാലും ഈ വായനശാലയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നുമാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത്. നവജീവൻ നവകലാ കേന്ദ്രത്തിലെത്തുന്നവർക്കും വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർക്കും ലൈബ്രറി ഉപയോഗപ്പെടുത്താം. ഉന്നത പഠനത്തിനാവശ്യമായ റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള വിപുലമായ ലൈബ്രറിയാണ് ഒരുക്കുന്നത്. KK രവീന്ദ്രനാഥൻ, അലിയാമു മാങ്കടവത്ത്, MP സൈദു, റീന പാലക്കാട്ട്, KK ശശിധരൻ, അശ്വിൻ കൃഷ്ണ, ജിഷ്ണുനാഥ്, മിൻഹ തൊട്ടിവളപ്പിൽ, ഹംസ ഉണ്ണിയാലുക്കൽ, TV മിഷൽ, KV അർജുൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ, മെറൈൻ മിറാക്കിൾസ് എക്സ്പോ, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം, ലോകത്തിലെ തന്നെ വ്യത്യസ്ത ഇന മത്സ്യങ്ങളായ ആരാപ്പൈമ, വേട്ടയിൽ കാറ്റ്ഫിഷ്, പിരാന, സ്റ്റാർഫിഷ് തുടങ്ങി 500-ലധികം വ്യത്യസ്ത ഇനം മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത. കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ കാഴ്ചകളും വെള്ളച്ചാട്ടവും, വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, കൺസ്യൂമർ സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.